ദീനല്ല ദീനുൽ ഇസ്ലാം. മുഹമ്മദുർ റസൂല പറഞ്ഞ വാക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് തലയിൽ വെച്ചോളി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്ക് തലയിൽ വെച്ചോളി. ഒരു ശൈഖുനാന്റെയും ഒരു മൗലാനാന്റെയും ഒരു ഇമാമിന്റെയും ഒന്നിന്റെയും പുതിയ പരിപാടി ഈ ദീനിൽ ആവശ്യമില്ല എന്നതിന് വ്യക്തമായി മുഹമ്മദുർ റസൂല പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളി. മാ തറക്തു ഫീകും മാ തറക്തുകും ശൈഅ മാ തറക്തുകും ശൈഅ യുഖർരിബുകും ഇലൽ ജന്ന വയുബാഇദുകും അനിൻ നാർ ഇല്ലാ അമർതുകും ബി. ഒരു കാര്യവും മാ തറക്തുകും ശൈഅ, ഒരു വസ്തു, ഒരു അണുമണി ഞാൻ വിട്ടേച്ചു കളഞ്ഞിട്ടില്ല. യുഖർരിബുകും ഇലൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും വയുബാഇദുകും അനിന്നാർ, നരകത്തെ തൊട്ട് നിങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ഒരു വിഷയത്തെയും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ലാ ഖദ് അമർതുകും ബി, അത് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ. ഒരണ്ണും മണ്ടിത്തൂക്കം വഫാത്തിനു മുമ്പ് ലോകാവസാനം വരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള മുഴുവൻ ദിക്റും മുഴുവൻ തസ്ബീഹും മുഴുവൻ ദുആയും മുഴുവൻ നോമ്പും നിസ്കാരവും മുഴുവൻ സക്കാത്തും സദക്കയും അതൊരു ഈച്ചന്റെ കണ്ണിന്റെ അത്രയാണെങ്കിലും ശരി അഷ്റഫുൽ ഖൽഖായ മുത്ത ഈ ഉമ്മത്തിനെ ഏൽപ്പിക്കാതെ പോയിട്ടില്ല. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമാ തറക്തു ശൈഅ, ഞാൻ ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ല. യുഖർരിബുകും ഇലന്നാർ, നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും വയുബാഇദുകും അനിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇതല്ല ഖദ് നഹൈതുകും, അത് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ. ഇത്ര ഉറപ്പ് വേറെ എന്താ വേണ്ട സുഹൃത്തുക്കളെ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന്? ഇത്ര ഉറപ്പ് അല്ലാന്റെ റസൂല് തന്നിട്ടും പിന്നെ അല്ലാന്റെ റസൂല് പഠിപ്പിച്ചതിന് പുറമെ ശൈഖന്മാര് പറഞ്ഞ പോരിശയും പറഞ്ഞിട്ട് ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്? റസൂലുള്ള കൊണ്ടുവന്നത് മാത്രം പോരാ രക്ഷപ്പെടാൻ എന്നല്ലേ അതിന് മനസ്സിലാകുന്നത്? അതിനർത്ഥം റസൂലുള്ളാഹി തങ്ങളുടെ വഹ്യ് പൂർണ്ണമല്ല, നബി തങ്ങളുടെ റിസാലത്ത് പൂർണ്ണമല്ല, നബി തങ്ങളുടെ നുബുവത്ത് പൂർണ്ണമല്ല എന്ന് പറഞ്ഞല്ലേ അതിന്റെ അർത്ഥം? അതല്ലെങ്കിൽ എന്തോ ഒരു ഖൈറ് നമ്മളെ മൗലാന വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നില്ല. റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് പറഞ്ഞു തന്നില്ല, നമ്മൾ ഉസ്താദാണ് അത് പറഞ്ഞു തന്നത്. കാരണം നബി തങ്ങളുടെ കാലത്ത് അതില്ല. ഇപ്പൊ നാരിയത്ത് സ്വലാത്തിന്റെ കാര്യം എടുക്കി, എന്താണ് ഒരു സാധാരണക്കാരൻ വിലയിരുത്തേണ്ടത്? നമ്മളെ ഉസ്താദെങ്ങാനും വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സലാത്ത് കിട്ടുമായിരുന്നില്ല. മുഹമ്മദുർ റസൂലുള്ള ഒളിപ്പിച്ചു വെച്ച സാധനം, സഹാബാക്കൾ ഒളിപ്പിച്ചു വെച്ച സാധനം, താബിഈങ്ങൾ ഒളിപ്പിച്ചു വെച്ച സാധനം, തബഉ താബിഈങ്ങൾ ഒളിപ്പിച്ചു വെച്ച സാധനം, ഇബ്രാഹിമു താസി എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ വന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിനാണോ വില, അതോ ഇബ്രാഹിമു താസി എന്ന ഷെയ്ഖിന്റെ ഷെയ്ഖൂഹിയത്തിനാണോ വില? നമ്മൾ എന്താണ് പരിഗണിക്കേണ്ടത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഇതേ ഉള്ളൂ വിഷയം. ദീനുൽ ഇസ്ലാം അതിന്റെ ഒറിജിനൽ നിലനിൽക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ലൈസ ഫി സുന്നത്തി ഖിയാസ്, നബിതങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തിൽ പിന്നെ ഖിയാസ് ഇല്ല. നബിതങ്ങൾ അത് പഠിപ്പിച്ചു, അതിന് തുല്യമല്ലേ ഇത്? നബിതങ്ങൾ അത് എല്ലാം പറഞ്ഞു, അതുപോലെയാണല്ലോ ഇത്. അങ്ങനെ പോലെ ഖിയാസ് സുന്നത്തിലില്ല. നബിതങ്ങൾ എന്താണോ പറഞ്ഞത് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? എന്റെ റസൂല് നിങ്ങൾക്ക് എന്താണോ കൊണ്ടുതന്നത് ഫഖുദു വമാ നഹൈതുകും അൻഹു ഫൻതഹു, എന്റെ പ്രവാചകൻ എന്താണോ വമാ നഹാകും അൻഹു ഫൻതഹു, എന്റെ പ്രവാചകൻ നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് നിങ്ങൾ വമാ ആതാകും, എന്താണോ എന്റെ റസൂൽ എന്താണോ കൊണ്ടു തന്നത് അത് ചൊല്ലിയാ മതി, അത് പറഞ്ഞാ മതി, അത് ചെയ്താ മതി. എന്റെ റസൂൽ എന്താണോ വിരോധിച്ചത് അതൊഴിവാക്കിയാ മതി, അത് തട്ടിയാ മതി, അതിന്റെ അപ്പുറത്തേക്ക് കടക്കണ്ടായ. ഇതേപോലെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കിടയിലും ഇബ്രാഹിമി സുന്നത്തും ഇബ്രാഹിമി മില്ലത്തും നിലനിൽക്കുമ്പോൾ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് ഇറക്കിയ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന സമൂഹം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പറഞ്ഞതുപോലെ ശൈഖുകൾ വരാൻ തുടങ്ങി, ഈ പറഞ്ഞതുപോലെ മൗലാനമാര് വരാൻ തുടങ്ങി. അവരെ വക പുതിയ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ തുടങ്ങി. ഇബ്രാഹിം നബിന്റെ ശരീഅത്തിൽ ഇവരുടെ വകയുള്ള ഐഡിയകൾ ഇബാദത്തായി ചേർക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരമ്പരാഗതമായി പറഞ്ഞുകൊടുത്ത ഹജ്ജിന്റെ തൽബിയത്തുണ്ടായിരുന്നു. ആ
തൽബിയത്ത് ഏതാണ്ട് 3500 കൊല്ലം അതേപോലെ നിലവിലുണ്ടായിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. ഇതാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത തൽബിയത്ത്. അല്ലാഹ് ഇബ്രാഹിം നബിക്ക് വഹി ഇറക്കിയ തൽബിയത്ത്. മക്കത്തേക്ക് ഹജ്ജിന് വേണ്ടി വിളിച്ചത് ഇബ്രാഹിം നബിയാണ്. വരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചതും ഇബ്രാഹിം നബിയാണ്. ആ ഹജ്ജും ആ തൽബിയത്തും 3500ഓളം കൊല്ലം അതേപോലെ നിലവിലുണ്ടായിരുന്നു മക്കത്ത്. ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളായ അറബികൾ, ഖുറൈശികൾ, അവരൊക്കെ അതേപോലെ നിലനിന്നു പോകുന്നവരായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ശൈഖുനമാര് കയറി വന്നു. ഷാമിൽ നിന്ന് ജാറം വന്നു. അതേപോലെ തന്നെ അനുബന്ധ ജാറങ്ങള് പിന്നെ വരാൻ തുടങ്ങി. ഒന്ന് വന്നാ പിന്നെ വന്നോളൂ എന്റെ പിന്നാലെ. വിദഗ്ധ എങ്ങനെയാണ്, ശിർക്കും അങ്ങനെയാ. ഒന്ന് തുടങ്ങിക്കൊടുത്താൽ മതി ഒരാള്, പിന്നെ ബാക്കി ഇതൊക്കെ വന്നോളൂ. വിദ്വത്വം അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഉസ്താദ് ഏതെങ്കിലും നാട്ടിൽ വന്നിട്ട് തുടങ്ങിക്കൊടുത്താൽ മതി, പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ വിദഗ്ധാണ് നിലനിന്നോളും, അതിനൊക്കെ കൂടി വന്നോളും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ഈ തൽബിയത്തിന്റെ ഒന്നിച്ച് ഒരു ശൈഖുന കുറച്ചും കൂടി കൂട്ടിക്കൊടുത്തു. ഇബ്രാഹിം നബി റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഒന്നിച്ച് ഇബ്രാഹിമു താസി എന്ന് പറയുന്ന ഷീഈ പുരോഹിതൻ ഒരു സ്വലാത്തും കൂടി വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത തൽബിയത്തിന്റെ ഒന്നിച്ച് ഒരു ശൈഖുനാന്റെ വക ഒരു തൽബിയത്തിന്റെ കഷ്ണവും കൂടി അധികം വന്നു. അതെന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഇത് ശൈഖുനാന്റെ വകയാണ്, ഇത് മൗലാനന്റെ വകയാണ്. ഇത് ഇബ്രാഹിം നബിന്റെ വകയുള്ളതല്ല, ഇസ്മായിൽ നബിന്റെ വകയുള്ളതല്ല, അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതുമല്ല. പിന്നെ ഏതാണ്ട് 1000 ചില്ലാനം കൊല്ലം, 100 കണക്കിന് കൊല്ലം ഖുറൈശികൾ തൽബിയത്തിന്റെ ഒക്കെ ഇതും കൂടി കൂട്ടുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും റസൂലുള്ളാഹി തങ്ങൾ നബിയായി വരുന്നത് വരെയും ഈ കഷ്ണം കൂടി അവർ അതിന്റെ ഒക്കെ കൂട്ടുമായിരുന്നു. എങ്ങനെയാ വന്നെന്നറിയുമോ? അത് വരാൻ കാരണമുണ്ട്. ജാറങ്ങൾ കഅബത്തിന് ചുറ്റും വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ട് ഏതാണ്ട് 3500 കൊല്ലം ജാറങ്ങൾ പരിചയമില്ല, പ്രതിഷ്ഠകൾ പരിചയമില്ല. അവർ ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് തൗഹീദോടെ ജീവിക്കുകയായിരുന്നു. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് അമൽ ചെയ്യുകയായിരുന്നു. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവർ ഇബാദത്ത് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് കഅബാലയത്തിന് ചുറ്റും മറ്റ് ജാറങ്ങൾ വരാൻ തുടങ്ങിയത്. നമ്മളെ പള്ളികൾക്ക് ചുറ്റും ജാറങ്ങൾ വന്നതുപോലെ കഅബാലയത്തിന് ചുറ്റും മഹാന്മാരുടെ പേരിൽ പ്രതിഷ്ഠകൾ വന്നു. ഏറ്റവും വലിയ പ്രതിഷ്ഠ ഇബ്രാഹിം നബിന്റെ പ്രതിഷ്ഠ. സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഹുബലുൽ ഔല എന്നവർക്ക് ജാറം പറ്റുമെങ്കിൽ നമ്മളെ ഉപ്പാപ്പ ഇബ്രാഹിമിനും പറ്റൂല ഒരു ജാറം. സിറിയയിൽ നിന്ന് വന്ന ആ വ്യക്തിക്ക് ജാറം പറ്റുമെങ്കിൽ നമ്മളെ ഉപ്പാപ്പാക്ക് ജാറം പറ്റൂലേ? അങ്ങനെയാണ് അധിക നാട്ടിലും ജാറങ്ങൾ എണ്ണം കൂടുതൽ. ആചാര്യർക്ക് പറ്റുമെങ്കിൽ ആചാര്യെ പോലെ തന്നെ നാട്ടിൽ വലിയ ബഹുമാനമുള്ള ആളല്ലേ എന്റെ പാപ്പാക്ക് പറ്റില്ലൊരു ജാറം. അപ്പൊ മറ്റേ ആള് ഞങ്ങളും വലിയ കുടുംബക്കാരല്ലേ, ഞങ്ങൾക്കും പറ്റില്ലൊരു ജാറം. ഇങ്ങനെ ഓരോ നാട്ടിലും നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കുടുംബ മഹിമയുടെ പേരിൽ, തറവാട്ട് മഹിമയുടെ പേരിൽ, അതേപോലെ തന്നെ പാരമ്പര്യ മഹിമയുടെ പേരിലാണ് മിക്ക ജാറങ്ങളും വന്നിട്ടുണ്ടാകുക. ഇത് തന്നെയാണ് മക്കയിലും സംഭവിച്ചത്. ഈ ജാറങ്ങൾ ഈ രീതിയിൽ വരാൻ തുടങ്ങിയപ്പോൾ സാധാരണക്കാരനെ വിശ്വസിപ്പിക്കാൻ പുരോഹിതന്മാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കേണ്ടി വന്നു. അങ്ങനെയാണ് തൽബിയത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് തൗഹീദിന്റെ വാക്കാണ്. അല്ലാഹുവേ നീ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നീ വിളിച്ചിട്ട് തന്നെയാണ് വന്നത്. നിന്നെ അല്ലാതെ വേറൊരാളും ഞങ്ങളെ വിളിക്കാനില്ല, നിന്റെ വിളി മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ. ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റുകളും അവകാശവാദങ്ങളും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും അധികാരങ്ങളും നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ലാ ശരീക ലക്, ഇതിലും വേറൊരാൾക്കും ഒരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പും ഇല്ല. ഒരു ശൈഖിനും ഒരു വലിയനും ഒരു മഹാനും ഒരു മഹദിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നും ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ല. ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇബ്രാഹിം പഠിപ്പിച്ചു കൊടുത്ത ഒറിജിനൽ തൗഹീദിന്റെ തൽബിയത്ത് അവിടെ അവസാനിച്ചു. ശൈഖുനമാര് ഒന്നിച്ച് പറഞ്ഞു കൊടുത്തു ഖുറൈശികൾക്ക്, ഇല്ലാ ശരീകൻ ഹുവ ലക്. അത് സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഈ ജാറങ്ങളെ സാധാരണക്കാരന്റെ മനസ്സിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക്. ഇല്ലാ ശരീകൻ, അള്ളാഹുവേ ഒരു പാർട്ട്ണർ ഒഴികെ എല്ലാം നിനക്കാണെന്നാണല്ലോ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത്.
ആ കൂട്ടത്തിൽ ഒന്നൊഴിവ്, ഇല്ലാ ശരീക്കൻ, ഒരു പാർട്ട്ണർ ഒഴികെ, ഒരു മഹാൻ ഒഴികെ, ഒരു തങ്ങൾ ഒഴികെ, ഒരു ശൈഖ് ഒഴികെ, ഹുവലക്, അത് ഞങ്ങളല്ല, അത് നിന്റെ തങ്ങളാ, നീ ഇഷ്ടപ്പെട്ട ആളാ, നീ ബഹുമാനിച്ച ആളാ, നീ ആദരിച്ച ആളാ, ആ രീതിയിലുള്ള ഒരാൾ ഒഴികെ ബാക്കി ആരും നിനക്കില്ല. നീ ഇഷ്ടപ്പെട്ട തങ്ങളും ശൈഖും ഒഴികെ ബാക്കി ആരും നിനക്കില്ല. തംലിക്കുഹു, ആ ശൈഖ് നിന്റെ അധികാരത്തിലാണ്. വമാ മലക്ക്, ആ ശൈഖിന് എന്തെല്ലാം കഴിവുകളുണ്ടോ, ആ ശൈഖിന് എന്തെല്ലാം പോരിശകളുണ്ടോ, ആ ശൈഖിന് എന്തെല്ലാം കറാമത്തുകളുണ്ടോ, ആ ശൈഖിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, അതും നിന്റെ കയ്യിലുള്ളത് തന്നെയാണ്. എല്ലാം നിനക്ക് തന്നെയാണ്. പക്ഷെ ഈ ശൈഖും കൂടി നിന്റെ ഒന്നിച്ചുണ്ട്, അതൊഴിച്ച് ബാക്കിയാരും നിന്റെ ഒന്നിച്ചില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ള റസൂലായിട്ട് വന്നു, ശൈഖുനെ പഠിപ്പിച്ച ഡ്യൂപ്ലിക്കേറ്റ് തള്ളി, ഇബ്രാഹിമിനെ പഠിപ്പിച്ച ഒറിജിനൽ നിലനിർത്തി. അതിപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. നമ്മളിപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു വമാ മലക്. അത് നമ്മൾ ചൊല്ലാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വന്നപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കി ഒറിജിനൽ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഒറിജിനൽ നിലനിർത്തുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു പുതിയ ദീനുമായിട്ട് വന്നതല്ല, നേരെ മറിച്ച് നേരത്തെ ഉള്ള ദീനിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ വന്നപ്പോൾ അത് തള്ളി ഒറിജിനൽ നിലനിർത്താൻ വേണ്ടി വന്ന ആളാണ് എന്നല്ലേ മനസ്സിലാകുന്നത്? ഏത് കാര്യം എടുത്തു നോക്കി ഇതന്നെ നമ്മളും പറയുന്നുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി റസൂലില്ല, ഇനിയൊരു നബിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ ദിക്റ്, ഓരോ തസ്ബീഹ്, ഓരോ അമല്, ഓരോ ജോലി അത് മുഹമ്മദ് റസൂൽ നിലനിർത്തിയത് മാത്രമായിരിക്കണം. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്നത് വരെ പഠിപ്പിച്ചെന്നത് മാത്രമായിരിക്കണം നിലനിൽക്കേണ്ടത്. അതേപോലെ തന്നെ സഹാബാക്കൾ എന്താണോ അതനുസരിച്ച് അമൽ ചെയ്തത് അതായിരിക്കണം നിലനിൽക്കേണ്ടത്.